നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്നത്തെ ഈ വീഡിയോ ധനുരാശിക്കാർക്ക്, അതായത് മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് വേണ്ടിയുള്ളതാണ്. ഓരോ വർഷത്തിലും ചില സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാറുണ്ട്. അത് പഠനത്തിലായാലും ജോലിയിലായാലും വ്യക്തി ജീവിതത്തിലായാലും ദാമ്പത്യത്തിലായാലും ആരോഗ്യകാര്യങ്ങളിലായാലും ശരി, വലിയ മാറ്റങ്ങൾ സംഭവിക്കാം. ഈ 2026 3 മാസങ്ങളെ കുറിച്ചാണ്, അതായത് ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. കാരണം ഈ 3 മാസങ്ങൾക്കുള്ളിൽ ദേവഗുരുവായ വ്യാഴം തന്റെ ഉച്ചരാശിയിലെത്തും. അതോടൊപ്പം ചൊവ്വ തന്റെ സ്വക്ഷേത്രമായ മേടം രാശിയിലും സൂര്യൻ തന്റെ ഉച്ചരാശിയായ മേടം രാശിയിലും എത്തും. ഈ ഗ്രഹനിലകൾ നിങ്ങൾക്ക് എന്ത് ഫലമാണ് നൽകുന്നത് എന്ന് ഇവിടെ വിശദമായി പറഞ്ഞു തരാം. നിങ്ങളുടെ രാശിയുടെ അധിപൻ അല്ലെങ്കിൽ നിങ്ങളുടെ രാശിയെ നയിക്കുന്ന ഗ്രഹം വ്യാഴമാണ്. ഒരു വ്യക്തിയുടെ ആരോഗ്യവും ഊർജവും നിർണയിക്കുന്നതിൽ രാശ്യാധിപന് വലിയ പങ്കുണ്ട്. നിലവിൽ വ്യാഴം നിങ്ങളുടെ ജാതകത്തിലെ 7ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. എന്നാൽ ജൂൺ 2-ാം തീയതിയോടെ വ്യാഴം 8ാം ഭാവത്തിലേക്ക് മാറുന്നു. ജ്യോതിഷത്തിൽ 8ാം ഭാവം എന്നത് പെട്ടെന്നുള്ള മാറ്റങ്ങളെയും രഹസ്യങ്ങളെയും സൂചിപ്പിക്കുന്ന ഒന്നായതിനാൽ ഈ സമയത്ത് ജീവിത സാഹചര്യങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരുന്നത് സ്വാഭാവികമാണ്. ജൂൺ 21-ന് ശേഷം ചൊവ്വ 6ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു. ജ്യോതിഷപ്രകാരം 6ാം ഭാവം എന്നത് രോഗങ്ങളെയും തടസ്സങ്ങളെയും സൂചിപ്പിക്കുന്ന ഇടമാണ്. ചൊവ്വ അവിടെ വരുമ്പോൾ ആരോഗ്യകാര്യങ്ങളിൽ നമ്മൾ സാധാരണയേക്കാൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടി വരും. ഈ കാലയളവിൽ പ്രധാനമായും ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ദഹനക്കുറവ്, ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. അതിനാൽ ഭക്ഷണക്രമത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കാലാവസ്ഥാ മാറ്റങ്ങൾ കൊണ്ടോ മറ്റോ ഉള്ള അണുബാധകൾ ഏൽക്കാതെ ശ്രദ്ധിക്കണം. പുറത്തു നിന്നുള്ള ഭക്ഷണവും വൃത്തിഹീനമായ സാഹചര്യങ്ങളും ഒഴിവാക്കുന്നത് ഈ സമയത്ത് ഗുണകരമായിരിക്കും. എങ്കിലും നിങ്ങൾക്ക് ആശ്വസിക്കാൻ വകയുണ്ട്. ഏപ്രിൽ, മെയ് മാസങ്ങളിൽ നിങ്ങൾക്ക് പറയത്തക്ക ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. ഈ 2 മാസങ്ങളിൽ നിങ്ങളുടെ ശരീരം നല്ല ഊർജ്ജസ്വലതയോടെയും ഉന്മേഷത്തോടെയും ഇരിക്കാൻ സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ ഏപ്രിൽ മുതൽ മെയ് വരെയുള്ള സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. എന്നാൽ ജൂൺ പകുതി കഴിയുന്നതോടെ ഭക്ഷണത്തിലും ശുചിത്വത്തിലും അല്പം കൂടി ശ്രദ്ധ പുലർത്തുന്നത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നിങ്ങളെ സഹായിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ ഏപ്രിൽ, മെയ് മാസങ്ങൾ വളരെ നിർണായകവും ഗുണകരവുമാണ്. പഠനകാര്യങ്ങളിൽ മികച്ച മുന്നേറ്റം നടത്താൻ സഹായിക്കുന്ന ചില പ്രധാന ഗ്രഹമാറ്റങ്ങൾ ഈ സമയത്ത് സംഭവിക്കുന്നുണ്ട്. ജ്യോതിഷത്തിൽ 5ാം ഭാവം എന്നത് ബുദ്ധിശക്തിയെയും വിദ്യയെയും സൂചിപ്പിക്കുന്ന സ്ഥാനമാണ്. മെയ് 11-ന് ശേഷം ചൊവ്വ ഈ 5ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു. ചൊവ്വ ഊർജത്തിന്റെയും ധൈര്യത്തിന്റെയും ഗ്രഹമായതുകൊണ്ട് ഈ മാറ്റം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ താല്പര്യവും ഏകാഗ്രതയും നൽകും. പ്രയാസമുള്ള വിഷയങ്ങൾ പോലും വേഗത്തിൽ പഠിച്ചെടുക്കാൻ ഈ സമയം നിങ്ങളെ സഹായിക്കും. നിങ്ങൾ ഏതെങ്കിലും പരീക്ഷ എഴുതി അതിന്റെ ഫലം കാത്തിരിക്കുകയാണെങ്കിൽ മെയ് 11-ന് ശേഷമുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ ഫലം ലഭിക്കാനും പരീക്ഷകളിൽ ഉന്നത വിജയം നേടാനും ഈ ഗ്രഹനില സഹായിക്കും. ആത്മവിശ്വാസത്തോടെ ഫലങ്ങളെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സൂര്യന്റെ മാറ്റമാണ്. ഏപ്രിൽ 14 മുതൽ മെയ് 15 വരെ സൂര്യൻ തന്റെ ഏറ്റവും ശക്തമായ അവസ്ഥയിൽ 5ാം ഭാവത്തിൽ നിലകൊള്ളുന്നു. ജ്യോതിഷപ്രകാരം സൂര്യൻ എന്നത് അധികാരത്തിന്റെയും ഭരണത്തിന്റെയും പ്രതീകമാണ്. അതിനാൽ ഈ സമയം PSC, UPSC തുടങ്ങിയ സർക്കാർ പരീക്ഷകൾ എഴുതുന്നവർക്ക് വലിയ ഭാഗ്യം കൊണ്ടുവരും. മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്കും ഈ കാലയളവ് വളരെ ഗുണകരമാണ്. അധികാരപ്പെട്ട സ്ഥാനങ്ങളിലേക്കുള്ള പരീക്ഷകളിൽ മികച്ച റാങ്ക് നേടാൻ ഈ സൂര്യഭാഗ്യം നിങ്ങളെ സഹായിക്കും. ചുരുക്കത്തിൽ ഏപ്രിൽ പകുതി മുതൽ മെയ് പകുതി വരെയുള്ള സമയം സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്കും മെയ് 11-ന് ശേഷമുള്ള സമയം എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരുപോലെ മികച്ചതാണ്. ജ്യോതിഷപ്രകാരം ശനി എന്നത് കഠിനാധ്വാനത്തിന്റെയും നീതിയുടെയും ഗ്രഹമാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ കണ്ടകശനി എന്ന
പ്രത്യേക കാലഘട്ടമാണ് നടക്കുന്നത്. ശനി നിങ്ങളുടെ രാശിയിൽ നിന്ന് 4-ാം ഭാവത്തിലോ 7-ാം ഭാവത്തിലോ 10-ാം ഭാവത്തിലോ വരുമ്പോഴാണ് ഈ അവസ്ഥയുണ്ടാകുന്നത്. നിങ്ങൾ കുറെ നാളായി ഒരു വീട് പണിയാനോ സ്ഥലം വാങ്ങാനോ അല്ലെങ്കിൽ ഒരു പുതിയ വാഹനം സ്വന്തമാക്കാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഈ വരാനിരിക്കുന്ന 3 മാസങ്ങൾ. ശനിയുടെ സ്വാധീനം നിമിത്തം ഇത്തരം കാര്യങ്ങൾ നടക്കാൻ അനുകൂലമായ സാഹചര്യങ്ങൾ ഒത്തുവരും. ദീർഘകാലത്തേക്ക് ഉപകരിക്കുന്ന വസ്തുക്കൾ വാങ്ങാൻ ഈ സമയം ധൈര്യമായി ഉപയോഗിക്കാം. എല്ലാവർക്കും കണ്ടകശനി ഒരേ ഫലമല്ല നൽകുന്നത്. നിങ്ങളുടെ ജന്മസമയത്തുള്ള ഗ്രഹനിലയിൽ, അതായത് ജാതകത്തിൽ ശനി അത്ര നല്ല സ്ഥാനത്തല്ല നിൽക്കുന്നതെങ്കിൽ ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. ഓഫീസിലോ ജോലി ചെയ്യുന്നിടത്തോ സഹപ്രവർത്തകരുമായോ മേലധികാരികളുമായോ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്കുകൾ ഉണ്ടായേക്കാം. വീട്ടിലെ സമാധാനാന്തരീക്ഷത്തെ ബാധിക്കുന്ന ചെറിയ പിണക്കങ്ങളോ തെറ്റിദ്ധാരണകളോ ഉണ്ടായേക്കാം. ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. ഈ കാലയളവിൽ പണം കൈകാര്യം ചെയ്യുന്നതിൽ വളരെ ശ്രദ്ധ വേണം. അനാവശ്യമായ ആഡംബരങ്ങൾക്കും അനാവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനും പണം ചെലവാക്കുന്നത് ഒഴിവാക്കണം. പെട്ടെന്നുള്ള ആവേശത്തിൽ പണം മുടക്കാതെ ഭാവിയിലേക്ക് കരുതി വെക്കുന്നത് ബുദ്ധിയായിരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ആഗ്രഹിക്കുന്നവർക്ക് ഈ കാലയളവ് വളരെ ശുഭകരമാണ്. നിങ്ങളുടെ ജാതകത്തിൽ 7-ാം ഭാവം എന്നത് വിവാഹത്തെയും പങ്കാളിയെയും സൂചിപ്പിക്കുന്ന ഇടമാണ്. ഇപ്പോൾ ഈ സ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നത് വലിയൊരു അനുഗ്രഹമാണ്. വ്യാഴം ഒരു ശുഭഗ്രഹമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ട പൂർണ്ണമായ പിന്തുണയും സ്നേഹവും സഹകരണവും ഇതുറപ്പാക്കുന്നു. നിങ്ങളുടെ തീരുമാനങ്ങളിൽ പങ്കാളി കൂടെയുണ്ടാവുകയും പ്രയാസകരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വലിയൊരു ആശ്വാസമായി മാറുകയും ചെയ്യും. ഏതൊരു ദാമ്പത്യത്തിലും ചെറിയ പിണക്കങ്ങളും തർക്കങ്ങളും ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. ഈ കാലയളവിലും അത്തരം ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായേക്കാം. എങ്കിലും വ്യാഴത്തിന്റെ നല്ല സ്വാധീനമുള്ളതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊന്നും വലിയ വഴക്കുകളിലേക്ക് നീങ്ങില്ല. പരസ്പര ധാരണയോടെ കാര്യങ്ങൾ നീങ്ങുകയും വീട്ടിൽ പൊതുവെ സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു അന്തരീക്ഷം നിലനിൽക്കുകയും ചെയ്യും. കുട്ടികൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ജൂൺ 2-ന് ശേഷമുള്ള സമയം വളരെ അനുകൂലമാണ്. ജ്യോതിഷപ്രകാരം വ്യാഴത്തിന്റെ ഈ മാറ്റം സന്താനഭാഗ്യത്തിന് ഉത്തമമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നു. ഈ വിഷയത്തിൽ പ്ലാനിങ്ങുകൾ നടത്തുന്നവർക്ക് തടസ്സങ്ങൾ മാറി ശുഭവാർത്തകൾ കേൾക്കാൻ ഈ കാലയളവ് സഹായിക്കും. തൊഴിൽ രംഗത്ത് വലിയ മാറ്റങ്ങളും നേട്ടങ്ങളും ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം വളരെ പ്രതീക്ഷ നൽകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം ഏറ്റവും കൂടുതൽ പ്രകാശിക്കുന്ന ഒരു സമയമാണ് ഏപ്രിൽ 14 മുതൽ മെയ് 15 വരെ. ഈ ഒരു മാസക്കാലം നിങ്ങൾ കൈവെക്കുന്ന കാര്യങ്ങളിൽ ഭാഗ്യം കൂടെയുണ്ടാകും. തടസ്സപ്പെട്ടു കിടന്ന പല കാര്യങ്ങളും ഈ സമയത്ത് വേഗത്തിൽ നടക്കാൻ സാധ്യതയുണ്ട്. ഈ സമയത്തെ നിങ്ങളുടെ സുവർണ കാലഘട്ടം എന്ന് വേണമെങ്കിൽ വിളിക്കാം. നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഓഫീസിൽ പുതിയ ചുമതലകൾ ലഭിക്കാനിടയുണ്ട്. ഇതിനെ ഒരു ജോലി ഭാരമായി കാണുന്നതിനു പകരം നിങ്ങളിലുള്ള വിശ്വാസം കൊണ്ടും നിങ്ങളുടെ കഴിവിനുള്ള അംഗീകാരമായും ഇതിനെ കാണുക. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഭാവിയിൽ സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ വഴി തുറക്കുന്നതാണ്. ചില പ്രത്യേക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ സമയം ഇരട്ടി മധുരമാണ് നൽകുന്നത്. IT, എഞ്ചിനീയറിംഗ് തുടങ്ങിയ സാങ്കേതിക മേഖലയിലുള്ളവർക്ക് പുതിയ പ്രോജക്റ്റുകൾ ലഭിക്കാനും വിദേശയാത്രകൾക്കോ വലിയ നേട്ടങ്ങൾക്കോ ഈ സമയം സഹായിക്കും. അധ്യാപകർക്കും കൺസൾട്ടൻസ് അഥവാ ഉപദേശകർക്കും സമൂഹത്തിൽ കൂടുതൽ ബഹുമാനവും അംഗീകാരവും ലഭിക്കുന്ന സമയമാണിത്. നിങ്ങളൊരു പുതിയ ജോലി അന്വേഷിക്കുകയാണെങ്കിൽ ഈ മാസങ്ങൾ നിങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നു. മികച്ച കമ്പനികളിൽ നിന്ന് നിങ്ങൾക്ക് ഇന്റർവ്യൂ കോളുകൾ വരാൻ സാധ്യതയുണ്ട്. ഇന്റർവ്യൂകളിൽ ആത്മവിശ്വാസത്തോടെ പങ്കെടുക്കാൻ സാധിക്കുകയും മികച്ച ശമ്പളത്തോടുകൂടിയ ജോലി ലഭിക്കാനുള്ള അവസരങ്ങൾ തെളിയുകയും ചെയ്യും. ചുരുക്കത്തിൽ ഏപ്രിൽ പകുതി മുതൽ മെയ് പകുതി വരെയുള്ള സമയം നിങ്ങളുടെ കരിയറിലെ ഏറ്റവും മികച്ച കാലഘട്ടമായിരിക്കും. ഈ അനുകൂല സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തി ആത്മവിശ്വാസത്തോടെ മുന്നേറാം. ധനുരാശിക്കാർക്ക് വലിയ പ്രതീക്ഷകൾ നൽകുന്ന ഒരു സമയമാണ് വരാനിരിക്കുന്നത്.
ആരോഗ്യകാര്യങ്ങളിൽ അല്പം ജാഗ്രത പാലിക്കുകയും അനാവശ്യ ചെലവുകൾ കുറച്ച് മുന്നോട്ട് നീങ്ങുകയും ചെയ്താൽ പ്രതിസന്ധികളെ എളുപ്പത്തിൽ മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.